വൈകിട്ടത്തെ ചായ കൂടിയാണ് കേട്ടോ. നല്ല മഴയുണ്ട് വെളിയിൽ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ആയിരുന്നു. ആ ഒരുത്ത വട്ട് പിടിച്ച് അപ്പുറത്ത് വയ്ക്കുന്നു. ഇപ്പോൾ വരും. വരൂടാ. ഇതേ ഓപ്പേടാ. പുറത്ത് നല്ല മഴയാണ്. ഒരു രക്ഷയില്ല. ഇന്നും നാളെയും നല്ല മഴയായിരിക്കും. അതിനു വേണ്ടി പെയ്യാനുള്ള മന്ദാരം അവിടെ ഉണ്ട്. മന്ദാരം എന്നല്ലേ അറിയാമോ? കാർമേഘം. നിൻ്റെ വോയിസ് ഡായ് നിൻ്റെ അമ്മ ശ്വാസം വരെ അളന്ന് വിടുന്നതാണ് മക്കളെ. സൗണ്ട് കേൾക്കാതിരിക്കാൻ. എടാ അമ്പാടി ഇവിടെ വാ. ചായ ഇത് വന്ന് ഒരു ഹായ് പറഞ്ഞിട്ട് പോകും. നമ്മളെ 6 സബ്സ്ക്രൈബേഴ്സിന് ഒരു ഹായ് പറയടാ. 4 നീയാണല്ലേ. 5 സബ്സ്ക്രൈബേഴ്സാണ്. ഡാ വാടാ ഇവിടെ. നാട്ടിൽ മീനിനൊക്കെ ഭയങ്കര വില. അടുക്കാൻ പറ്റുന്നില്ല. കാരണം കടൽ ശോഭിച്ച് കടൽ ശോഭിച്ച് കിടക്കുന്നു. ഒരു ഷോടാ. അപ്പോഴത്തേക്ക് ഒരാളെ പറയുന്നേക്ക് ഒരു ഷോടാ. ഹായ് പറടാ നമ്മളെ ആൾക്കാർ കേട്ടാ. എൻ്റെ വീട്ടിൽ തന്നെ എന്നെ നിരുത്സാഹപ്പെടുത്താനായിട്ട് ആൾക്കാരുണ്ട്. ഒന്നും കണ്ടാക്കണം. 3 മിനിറ്റ് കഴിയണം. 3 മിനിറ്റില്ലെങ്കിൽ ഷോട്ടിലാണ് കയറി പോണത്. നിങ്ങളത് ഓഫ് ചെയ്യും. ഞാൻ പറഞ്ഞു വൈകിട്ടത്തെ ചായ ആ പാത്രം വെളുത്ത് അതിനകത്ത് നിറഞ്ഞിരിക്കുന്നെങ്കിലല്ലേ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. വേണ്ട വീഡിയോ വേണ്ട. വീഡിയോ എന്തായാലും അപ്ലോഡ് ആവും. നിങ്ങൾ ചേട്ടാ അത് ഓഫ് ചെയ്യേട്ടാ. ഇതൊന്നും ഡിലേറ്റ് ചെയ്യില്ല. ഇത് ഇടും. നമ്മളെ ലൈവ് ജീവിതവും നമ്മൾ ഇടുന്നത്. ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഞാൻ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് അങ്ങനെയല്ല. ഞാൻ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇറക്കുമ്പോൾ നിങ്ങൾ ഇതേ കണക്കുള്ള കളികൾ കളിക്കും. എടാ ഇത് ഇത്രയും നീ തിന്നത്തുണ്ടോ? അവൻ ആകെ 5 പേര് സബ്സ്ക്രൈബേഴ്സാണുള്ളത്. ചുമ്മാടാ. ആകെ 6 സബ്സ്ക്രൈബേഴ്സാണുള്ളത്. അതിൽ ഒരാൾ നീയാണ്. പിന്നെ ബാക്കിയുള്ള 4 പേര്. നീ എന്തായാലും കൂവില്. അവർ കൂവുന്ന നമ്മൾ കേൾക്കുന്നതുമില്ല. സോ സിമ്പിൾ. എനിക്ക് അറിയണം. നമ്മളിപ്പോ വൈകിട്ട് ചായ പിടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇന്നത്തെ ദിവസമാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ചായ പിടിക്കുന്നത്. ഞായറാഴ്ച നമ്മളെല്ലാവരും ചായക്ക് ഇപ്പൊ ബ്രെഡ് മുട്ടയും കൂടെ തേച്ചൊരു സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. ചായ കുടിച്ചോ? വീണ്ടും കുറവൊന്നുമില്ല. നിങ്ങളെല്ലാരും ചായ കുടിച്ചോ? നമുക്ക് ചായ കുടിക്കാം. നിങ്ങൾ അടി ഇവിടെ നടന്നല്ല. എനിക്കത് മതി. സബ്സ്ക്രൈബേഴ്സ് 6 എന്നുള്ളതൊരു 10 ആയാൽ ഞാൻ ഓക്കെയാണ്. എനിക്കൊരു 10 പേര് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇപ്പോൾ 6 പേരായിട്ടുണ്ട്. 5 പേര് പുറത്തുള്ളവരും എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വീഡിയോ വാങ്ങിയാലും യൂട്യൂബ് ചാനലോടെങ്കിൽ ആരും പറഞ്ഞിട്ടില്ല. ഞാനേയും റിക്വസ്റ്റ് ചെയ്ത് അപേക്ഷിച്ചൊന്നും എനിക്ക് സബ്സ്ക്രൈബ് വേണ്ട. അങ്ങനെ ആരും സബ്സ്ക്രൈബ് വേണ്ട. നമ്മളെ പ്രോഗ്രാം ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി. അല്ലാതെ സംസാരിക്കുമ്പോൾ ഒന്നും മനസ്സിലായിട്ടില്ല. ആഹാരം വായിട്ട് സംസാരിക്കുന്നത്. നല്ല പോളിങ്. അനിമന്മാർക്ക് വേറൊരു ചാനലുണ്ട്. ജപ്പി ഫാമാടാ. 4 മിനിറ്റ് ആയാ. ഇനിയിപ്പോൾ വീഡിയോ ഇല്ലാതായി. നിന്റെ പോലെ നിന്നെ അത് കാണത്തില്ലടി. ഇതുപോലെ ബാക്കിലുണ്ട്. നിന്റെ കുടുംബമാണ്. അങ്ങനെ തന്നെ കുഴപ്പമില്ല. ഒരുപാട് വെച്ചു. തിന്നാൻ വയ്യ. എല്ലാം കൂടെ ഒരുമിച്ച് എടുത്തോണ്ട് പോയി. ബ്രെഡ് ഇങ്ങനെയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? അടിപൊളി സാധനം. ബ്രെഡ് കടകളിൽ കിട്ടാനില്ല. എല്ലായിടത്തും പനി അസുഖമായിട്ട് ബ്രെഡ് തീർന്നു. പുതിയ ബ്രെഡ് വന്നാലേ ഉള്ളൂ. രവിയെണ്ണ 25 പാക്കറ്റൊക്കെ മേടിച്ച് 25 തീർന്നു. ഗൈസ് ഇത് നമ്മളെ കിച്ചനാണ് കേട്ടോ. ചെറിയൊരു കിച്ചനാണ്.
എന്തോ അപ്പുറത്ത് വലിയ ടീച്ചർ കിടക്കുന്നു. നമ്മൾ ആശുപത്രി അല്ല എടാ മക്കളെ നിർത്തടാ മ്യൂട്ടാക്കുക ഇതിപ്പോൾ കഴിയും. ഞാൻ 16 വർഷം ഗൾഫിലായിരുന്നു പ്രവാസിയായിരുന്നു. കൊറോണ വന്നപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു ഇനി രക്ഷയില്ല, നാട് കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എനിക്കും തോന്നിയപ്പോൾ അങ്ങനെ ഞാൻ കമ്പനി എടുത്ത് കള്ളം പറഞ്ഞു ചാടി ഓടി ഇവിടെ വന്നതാണ്. ഇവിടെ വന്നൊരു സ്ഥാപനം തുടങ്ങി. ഞായറാഴ്ച ദിവസം ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലേ, അല്ല ഗൾഫിലുള്ള എൻ്റെ സുഹൃത്തുക്കളോട് പറയുന്നു, നാട്ടിൽ വന്ന് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസമല്ല എല്ലാ ദിവസവും ജോലിക്ക് പോവുക വീട്ടിൽ വരിക, ജോലിക്ക് പോവുക വീട്ടിൽ വരിക. കമ്പനി കൂടി ഇരിക്കാനാണ് നിങ്ങളുടെ ഭാവമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നാട്ടിലിരിക്കാൻ പറ്റത്തില്ല. ഈ ഞായറാഴ്ച എനിക്കും വേണമെങ്കിൽ കൂട്ടുകാരന്മാരോടെ പോയിരുന്ന് കള്ളു കുടിക്കാം, കമ്പനി കൂടാം. നല്ല ആൽക്കഹോളിക് ക്ലൈമറ്റാണ് പുറത്ത്, അറിയാമല്ലോ, നല്ല സൂപ്പർ മഴയും തണുപ്പും കാറ്റും എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ അതെല്ലാം സഹിച്ച് ഇവിടെ ഇരുന്ന് ഈ ചായയും പെട്ടും കഴിക്കുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് നാട്ടിൽ നിൽക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഗൾഫിൽ നിൽക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് നാട്ടിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഫ്രണ്ട്ഷിപ്പ് എല്ലാത്തിനും വേണം, ഇല്ലയെന്ന് പറയില്ല, കൂട്ടുകെട്ട് ഉപേക്ഷിക്കുക. നിങ്ങളെ കൂട്ടുകെട്ടെന്ന് പറയുന്നത് സ്വന്തം ഭാര്യ മക്കൾ ആ ഒരു ഇതിനകത്തിരുന്ന് കറങ്ങുക, അത്രേ പറ്റൂ, അതേ പാടുള്ളൂ, മനസ്സിലായ? അല്ലെങ്കിൽ പണി കിട്ടും, അല്ലെങ്കിൽ വീണ്ടും പെട്ടിയും കിടക്കയും എടുത്ത് വീണ്ടും എയർപോർട്ടിൽ പോയി നിൽക്കേണ്ടി വരും. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ 6 വർഷമായി, ഇത് 7ാമത്തെ വർഷമാണ്. എൻ്റെ സുഹൃത്തുക്കളും ചിലപ്പോൾ ഇത് കാണും, അവർക്കറിയാം. അപ്പോൾ ഞാൻ അധികം നീട്ടുന്നില്ല, 7 മിനിറ്റായി. കാണുന്നവർ കണ്ടാൽ മതി. ഒരു 10 സബ്സ്ക്രൈബ് എനിക്ക് ആവണമെന്നുണ്ട്. ഒരു 4 പേരും കൂടെ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യും, എനിക്ക് അത്രേ പറയാനുള്ളൂ. ബൈ ബൈ.